ഹായ് ഫ്രണ്ട്സ്, ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. തയ്യാറാക്കുന്നതിനായി 5 മുട്ട പുഴുങ്ങി ഇങ്ങനെയൊന്ന് ഹാഫായിട്ട് എടുക്കണം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലും മുട്ടയും മൈദയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വറക്കുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് മൈദ വേണം, ബ്രെഡ് ക്രംസും വേണം. ഇനി നമുക്കിത് തയ്യാറാക്കുന്നതിന് വേണ്ടി മുട്ടകൾ ഓരോന്നായി മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. നന്നായിട്ട് പൊതിഞ്ഞില്ലെങ്കിൽ മുട്ടയായതുകൊണ്ട് എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ എല്ലാം നല്ലതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ വെച്ച് നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. നമുക്ക് ഇതുപോലെ എല്ലാം കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. മുട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഓരോ മുട്ടയായിട്ട് നമുക്ക് ഇട്ടുകൊടുത്ത് വറുത്തെടുക്കാം. ഓരോന്നായി തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട പൊരിച്ചത് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.